ബ്രദറെ, നമുക്കിന്ന് എവിടേക്ക് പോയാലോ? എവിടെ പോകാൻ ആരും ചേട്ടാ? നമുക്ക് നമ്മുടെ പുത്തഞ്ചിറ ഒന്ന് കറങ്ങിയാലോ? പുത്തഞ്ചിറ നല്ലൊരു സ്ഥലമാണ്. കാരണം നമ്മുടെ സ്വന്തം സ്ഥലമല്ല. പലരൊക്കെ ഹോം ടൂർ നടത്തില്ല, അവരാരും സ്ഥലത്ത് പോയിട്ട് നമുക്ക് നമ്മുടെ സ്ഥലത്ത് പോയി ഹോം ടൂർ നടത്തിയാലോ? വളരെ നല്ലൊരു ആശയമായിരിക്കും അല്ലേ? നമുക്കൊന്ന് പോയാലോ? എവിടേക്കാ പാടം? എവിടെയാ? പുത്തഞ്ചിറ പാടം പോയാലോ? റെഡ്ലി നമുക്ക് പോയാലോ? നീ എപ്പോഴാ വന്നത്? പോയാലോ? നമ്മളിവിടെ നിൽക്കുന്നത് നമ്മുടെ പുത്തഞ്ചിറയുടെ ഒരു വിശുദ്ധിയാണ് മിസ്റ്റർ മറൈൻദ്രസ്യാമ. അപ്പൊ മറൈൻദ്രസ്യാമ അടുത്താണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മറൈൻദ്രസ്യാമ ഫസ്റ്റ് സ്ഥാപിച്ച ഏകാന്ത ഭവനിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാനല്ലേ? ഈ വഴി എന്ന് പറയുന്നത് നമ്മുടെ മറൈൻദ്രസ്യാമ നടന്നു പോയിക്കൊണ്ടിരുന്ന വഴിയായിരുന്നു. നമ്മുടെ പള്ളിയിലേക്കൊക്കെ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോയ വഴികളായിരുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറൈൻദ്രസ്യാമയുടെ റൂം, അതുപോലെ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ഉള്ള സ്ഥലങ്ങൾ നമുക്കൊന്ന് കാണാം. ഇത് നമുക്ക് മറൈൻദ്രസ്യാമയുടെ കിടപ്പുമുറിയാണ് നമുക്ക് കാണാം. ഇവിടെയാണ് മറൈൻദ്രസ്യാമ ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറൈൻദ്രസ്യാമയ്ക്ക് പഞ്ചക്ഷരം ഉണ്ടായിരുന്നു, മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ്. അപ്പോൾ മറൈൻദ്രസ്യാമ പൊന്തും കുരിശിന്റെ ആകൃതിയിലുള്ള ഷേപ്പിൽ ഒരു മാർക്ക് ചെയ്ത് വെച്ചതാണ് ഇത്. ഈ ആകൃതിയിൽ മറൈൻദ്രസ്യാമ നൽകാൻ പൊട്ടാതെ അങ്ങനെ നിൽക്കുമായിരുന്നു മറൈൻദ്രസ്യാമ കുരിശിന്റെ ആകൃതിയിൽ. എന്ന് പറയുന്നത് മറൈൻദ്രസ്യ ജന്മഗ്രഹമാണ്. മറൈൻദ്രസ്യാമ 38 വർഷം താമസിച്ചിരുന്ന സ്ഥലത്താണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. മറൈൻദ്രസ്യാമ പ്രാർത്ഥിച്ചിരുന്ന സ്ഥലമാണിത്. ഇത് മറൈൻദ്രസ്യാമയുടെ മുറിയാണ്. ഇത് മിസ്റ്റിക്കൽ എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടായ സ്ഥലങ്ങളാണ്. ഇടുങ്ങിയ റൂമിലാണ് മറൈൻദ്രസ്യാമയ്ക്ക് ഓരോ പ്രത്യക്ഷണങ്ങളും അതുപോലെ ഓരോ ദർശനങ്ങളൊക്കെ ഉണ്ടായത്. പൈശാചിക ബന്ധനങ്ങളായാലും അല്ലെങ്കിൽ മാലാഖമാരുടെ ദർശനം, അതുപോലെ ഒരു ഉണ്ണീശായിട്ടുള്ള എല്ലാ ഇതും ഇവിടെയാണ്, ഈ റൂമുകളിലാണ് നടന്നുകൊണ്ടിരുന്നത്. വിശുദ്ധ കന്യാമറിയം ഇവിടെ നിന്നാണ് ജപമാലയൊക്കെ പഠിപ്പിച്ചത് മറൈൻദ്രസ്യാമനെ. തന്നെ മറൈൻദ്രസ്യാമ പഞ്ചക്ഷതധാരിയാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പഞ്ചക്ഷതധാരി വിശുദ്ധ മറൈൻദ്രസ്യാമാണ്. ഈ മുറിയിലാണ് വിശുദ്ധ മറൈൻദ്രസ്യാമയ്ക്ക് പഞ്ചക്ഷതമൊക്കെ ഉണ്ടായത്. 1995 നവംബർ 21-ാം തീയതി തിരുക്കുടുംബം വിശുദ്ധ മറൈൻദ്രസ്യാമയ്ക്ക് കാണപ്പെടുകയും ഈശോയും ത്രേസ്യയ്ക്കൊപ്പം 3 പ്രാവശ്യം ചതുരംഗ കളിക്കുകയും ചെയ്തു. ചരിത്രം അങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ഔസേപ്പിതാവും ഉണ്ണീശയും ത്രേസ്യയെ ആശ്വസിപ്പിക്കുന്നു. പൈശാചിക ബന്ധനത്തിൽ നിന്നും വളരെ വിഷമിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിൽ വിശുദ്ധ ഉണ്ണീശയും ഔസേപ്പിതാവും വന്ന് നമ്മുടെ മറൈൻദ്രസ്യാമയെ ആശ്വസിപ്പിക്കായിരുന്നു. അതുപോലെ തന്നെ പള്ളിയിൽ വിശുദ്ധ കുർബാന ഇല്ലാത്ത ദിവസം മാലാഖ വിശുദ്ധ കുർബാന കൊണ്ടുവന്ന് മറൈൻദ്രസ്യാമയ്ക്ക് കൊടുക്കുക പതിവായിരുന്നു. 1995 വെള്ളിയാഴ്ച ദിവസം കർത്താവ് മഹാപീഡകളുടെ സമയത്ത് തൂങ്ങപ്പെട്ട ഒരു ക്രൂശിത രൂപം കാണുകയും അത് ത്രേസ്യ കാണപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ വിശുദ്ധ ഔസേപ്പിതാവിന്റെ മരണ തിരുനാളിന്റെ സമയത്ത് വിശുദ്ധ തിരുകുടുംബത്തിനൊരു ഭക്ഷണം കൊടുക്കുന്ന ഒരു പതിവ് ഇപ്പോഴും നമ്മൾ തിരുകുടുംബ സന്യാസ സമൂഹം നടത്തിക്കൊണ്ട് വരികയാണ്. ഈ സ്ഥലം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ വിശുദ്ധ മറൈൻദ്രസ്യാമയ്ക്ക് തിരുകുടുംബം പ്രതീക്ഷപ്പെട്ടിട്ട് എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും കുരിശുമണിക്ക് മുമ്പ് 6:30 കുരിശുമണിക്ക് മുമ്പ് ഈശോ മറിയ ഔസേപ്പും ഇവിടെ എഴുന്നള്ളി വരുമെന്ന് ഒരു ദർശനത്തോടുകൂടെ വിശുദ്ധ മറൈൻദ്രസ്യാമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. നിരവധി ആൾക്കാരാണ് എല്ലാ വെള്ളിയാഴ്ചയും 6:30 മണിയടിക്ക് കുരിശുമണിക്ക് ശേഷം ഇവിടെ എല്ലാവരും എത്തിച്ചേരുന്നത്. ാണ് ഇവിടുത്തെ പരിസരവും കാര്യങ്ങളും ഇവർ നമ്മുടെ ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. അടിപൊളിയാണ്. നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാനാണെങ്കിലും പോലും നമുക്ക് അടിപൊളിയായിട്ടൊക്കെ ഇവിടെ വന്നിരിക്കാം. ഇതാണ് വിശുദ്ധ മറൈൻദ്രസ്യാമ ഉപയോഗിച്ചിരുന്ന കിണർ. ഇവിടെ നിരവധി ആൾക്കാരുകളാണ് ഇവിടെ നിന്ന് വെള്ളം കൊണ്ടുപോയിട്ട് രോഗശാന്തി അങ്ങനെ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുത്തഞ്ചിറ ഫൊറോനയിലാണ്. വിശുദ്ധ മറൈൻദ്രസ്യ ഡേനിയൽ ജോസ് പീഡിയത്തിലച്ഛൻ പണിതീർത്ത അതിപുരാതനമായ ഒരു ദേവാലയമാണ് കാണുന്നത്. അത് നേരെ കാണുന്നത് നമ്മുടെ ഈ വഞ്ചിയിലൂടെയാണ് മറൈൻദ്രസ്യ മഠം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മരങ്ങൾ കൊച്ചി രാജാവിന്റെ ഇതിൽ നിന്ന് കൊണ്ടുവന്നത്.
നമ്മള് പുത്തഞ്ചിറ മൊത്തം ഇറങ്ങി പുത്തഞ്ചിറയിൽ നമ്മൾ മന്തി കഴിക്കാൻ പോണത്. നമ്മള് വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ് അല്ലേ? അപ്പൊ മന്തി വന്നിട്ടാണ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് നോക്കട്ടോ. അടിപൊളി അടിപൊളി. അപ്പൊ എല്ലാവരും വരാണെങ്കിൽ സിപ്പിൽ വരണം. നമ്മുടെ മങ്കടിയിലാണ്. പുത്തഞ്ചിറ കറങ്ങുമ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് അടിച്ചടിച്ചു പോവാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറേന്ദ്രസ്വാമിയുടെ മഠം സ്ഥാപിക്കാൻ വേണ്ടി കൊച്ചി രാജാവിൽ നിന്ന് തടി കഷ്ണങ്ങൾ കൊണ്ടുവന്ന പ്ലേസാണ് ഇത്. ഇതിൽ കൂടിയാണ് മറേന്ദ്രസ്വാമ വ്യോമ ഗതാഗതം സ്ഥാപിച്ചിരുന്നത്, പള്ളി. അപ്പൊ നമ്മൾ ഇവിടെ മറേന്ദ്രസ്വാമിയുടെ മ്യൂസിയത്തിന് ഏറ്റവും മുകളിൽ കണ്ട കുരിശിൻ്റെ ഇതില് ഞങ്ങളിവിടെ എത്തിച്ചേർന്ന് ഇവിടെ നമ്മൾ റെസ്റ്റ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ബ്ലോഗ് ഇപ്പൊ അവസാനിക്കാണ്. അങ്ങനെ അപ്പൊ അടിപൊളിയാട്ടോ. ഇവിടെ നമുക്ക് വ്യൂസ് കാര്യങ്ങളൊക്കെ അടിപൊളി വ്യൂ ആട്ടോ. നമ്മുടെ പുത്തഞ്ചിറ മൊത്തം കാണാം. അല്ല ബ്രദർ കണ്ടാ? തീർച്ചയായിട്ടും അതന്നെ, മൊത്തം കാണാം. ഓക്കെ, ബൈ. അവസാനിപ്പിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരപ്പം ഞങ്ങളുടെ ഇവിടുത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ആൽവിൻ ചേട്ടന്റെ ശരിയാണല്ലോ സമൂഹത്തിന് ഒരുപാട് അനുഭവം. അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര അവസാനിക്കുകയാണ്. അപ്പൊ ക്യാമറ തോമാച്ചിനൊപ്പം ഞങ്ങൾ ഈ 4 പേര്, ഷിൻസി, അഞ്ചട്ടൻ, ചെറിയച്ചൻ, റെഡ്ലി ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഓക്കെ.